Hello friends, വാതായനം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. തേർഡ് സെമസ്റ്ററിലെ ഓസിലേഷൻസ് ആൻഡ് വേവ് എന്ന ഫോർത്ത് ചാപ്റ്ററാണ് ഞാനിവിടെ എടുക്കുന്നത്. ഈ ഫോർത്ത് ചാപ്റ്ററിൻ്റെ ഏഴാമത്തെ പാർട്ടിൻ്റെ വീഡിയോ ആണിത്. ഇതിന് മുന്നേയുള്ള വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നോട്ടും വാതായനം എന്ന ടെലിഗ്രാം ഗ്രൂപ്പിലുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഫ്രീ ഓസിലേഷൻസ് ആണ്. ഈ ഫ്രീ ഓസിലേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ജസ്റ്റ് എക്സാമ്പിൾ പറയാം. ഒരു സിമ്പിൾ പെൻഡുലം ഏതെങ്കിലും ഒരു ബോഡി കൺസിഡർ ചെയ്യുക. ആ ബോഡിയിൽ നമ്മളൊരു ഫോഴ്സും കൊടുക്കാതെ അത് ഓസിലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്രീ ഓസിലേഷൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഡെഫിനിഷനിലേക്ക് കടക്കാം. കൺസിഡർ എ ബോഡി എക്സിക്യൂട്ടിംഗ് ഓസിലേഷൻസ്. ഇഫ് നോ ഫോഴ്സസ് ആർ ആക്ടിംഗ് ഓൺ ഇറ്റ്, the oscillations will continue for indefinite period without in amplitude. This type of oscillations are called undamped or free oscillations. അതായത് നമ്മുടെ ഇവിടെ ഒരു ബോഡി ഓസിലേറ്റ് ചെയ്യുന്നതാണ് എക്സിക്യൂട്ടിംഗ് ഓസിലേഷൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഇതിന് നമ്മൾ ഒരു ഫോഴ്സ് കൂടി കൊടുക്കാതെ ഇത് ഇൻഡെഫിനിറ്റ് പീരീഡ് രീതിയിൽ വിത്തൗട്ട് ഇൻ ആംപ്ലിറ്റ്യൂഡ്, ഒരു തരത്തിലുള്ള ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാക്കാതെ ഇത് അതായത് വേരിയേഷൻസ് ആംപ്ലിറ്റ്യൂഡിൽ വലിയ രീതിയിൽ വേരിയേഷൻസ് ഒന്നും ഉണ്ടാക്കാതെ അത് ഇൻഡെഫിനിറ്റ് പീരീഡിൽ ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു ഫോഴ്സും ആക്ട് ചെയ്യാതെ ഓസിലേറ്റ് ചെയ്യുന്ന ഈ ഒരു ടൈപ്പ് ഓസിലേഷനെ പറയുന്ന പേരാണ് അൺഡാംപ്ഡ് ഓർ ഫ്രീ ഓസിലേഷൻ. അതേപോലെ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഫ്രീ ഇക്വേഷൻ ഈസ് d square x by dt square plus omega square x is equal to 0. omega square നമ്മൾ c by m എടുക്കാം. omega is equal to root of c by m. period of oscillation is t is equal to 2 pi by omega. therefore 2 pi root of m by c എന്ന് എടുക്കാം. നമുക്ക് c by m എന്ന് എടുക്കാം. and period of oscillation is t is equal to 2 pi by omega. therefore 2 pi is equal to m by c. therefore n എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി, n is equal to 1 by 2 pi root of c by m എന്ന് എടുക്കാം. അതിൻ്റെ ഗ്രാഫ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പഠിച്ചത് അൺഡാംപ്ഡ് ഓസിലേഷൻ ആണ്. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഭാഗമാണ് ഡാംപ്ഡ് ഓസിലേഷൻ. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഡാംപ്ഡ് ഓസിലേഷൻ അതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ 3 കേസായിട്ട് അങ്ങനെയാണ് നമ്മളിവിടെ സെക്ഷനായിട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ ഡാംപ്ഡ് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അൺഡാംപ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഡാംപ്ഡ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് പഠിക്കുക, അതിൻ്റെ ഡെഫിനിഷൻ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. നമ്മുടെ ഫ്രീ ഓസിലേഷനിൽ, അതായത് അൺഡാംപ്ഡ് ഓസിലേഷനിൽ പറയുന്നുണ്ട് ഒരു ഫോഴ്സ് കൊടുക്കാതെ തന്നെ അത് ഓസിലേറ്റ് ചെയ്യുന്നതാണ്. ഒരു ഫോഴ്സും കൊടുക്കാതെ ഓസിലേറ്റ് ചെയ്യുന്നതിനാണ് അൺഡാംപ്ഡ് ഓസിലേഷൻ എന്ന് പറയുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഡാംപ്ഡ് ഓസിലേഷൻസ് എന്ന് പറയുന്നത് ഓസിലേഷൻ അണ്ടർ ദ ആക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സസ്. നമ്മൾ എക്സ്റ്റേണലായിട്ട് ഒരു ഫോഴ്സ് കൊടുത്തിട്ട് അത് ഒരു ബോഡി ഓസിലേറ്റ് ചെയ്തതിനാണ് ഡാംപ്ഡ് ഓസിലേഷൻസ് എന്ന് പറയുന്നത്. ഇത് ഇൻഡിപെൻഡൻസ് ഫ്രീക്വൻസി ഓൺ ആംപ്ലിറ്റ്യൂഡ് ഈസ് ദ ഫാക്ടർ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇവിടെ ഫ്രീക്വൻസി ആംപ്ലിറ്റ്യൂഡ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ബോഡിയുടെ മേലെ റീസ്റ്റോറിങ് ഫോഴ്സ് ആക്ട് ചെയ്യും. അതായത് നമ്മളൊരു ബോഡി മീഡിയത്തിലൂടെ മൂവ് ചെയ്യുമ്പോൾ അതിന് ആ ബോഡിയുടെ മോഷനെ ഓപ്പോസ് ചെയ്തുകൊണ്ട് ഒരു ഫോഴ്സ് ഉണ്ടാകും. അതായത് അതാണ് റീസ്റ്റോറിങ് ഫോഴ്സ്. അത് റീസ്റ്റോറിങ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആ ബോഡിക്ക് ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ്. therefore f is equal to minus k. f is directly proportional to minus s. therefore f is equal to minus ks. നമ്മൾ പറഞ്ഞു റീസ്റ്റോറിങ് ഫോഴ്സ് ആണ് ഇവിടെ ഡെവലപ്പ് ചെയ്യും. അതായത് ബോഡിയുടെ മോഷനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ റീസ്റ്റോറിങ് ഫോഴ്സ് ഇവിടെ ഡെവലപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മൾ അസ്യൂം ചെയ്യുക. അതായത് നമ്മുടെ രീതിയിൽ ഇവിടെ ഒരു ചെറിയൊരു അസ്യൂം നടക്കുന്നുണ്ട്. അസംഷൻ നമ്മൾ അനുമാനിക്കുകയാണ്. ഇവിടെ റീസ്റ്റോറിങ് ഫോഴ്സ് ഇല്ലെങ്കിൽ, അത് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പാർട്ടിക്കിൾ ഡസ് നോട്ട് ഹാവ് എനി ഫോം എഫ് ഇസ് ഇക്വൽ ടു മൈനസ് കെ എസ് എന്ന രീതിയിൽ റീസ്റ്റോറിങ് ഫോഴ്സ് ഒരു ബോഡിയുടെ ആ പാർട്ടിക്കിളിൻ്റെ മേലെ ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഫ്രീക്വൻസി ഡിപ്പെൻഡ് ഓൺ ആംപ്ലിറ്റ്യൂഡ്. നമ്മളിവിടെ പറഞ്ഞ ഫ്രീക്വൻസി ഇൻഡിപെൻഡൻ്റ് ആണ് ഡാംപ്ഡ് ഓസിലേഷനിൽ ഫ്രീക്വൻസി ഇൻഡിപെൻഡൻ്റ് ഓൺ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഇവിടെ നമ്മൾ റീസ്റ്റോറിങ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഫ്രീക്വൻസി ഡിപ്പെൻഡ്സ് ഓൺ ആംപ്ലിറ്റ്യൂഡ്. അത് ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന കുഴപ്പം എന്താണ്? ഓസിലേറ്ററി മോഷൻ ബിക്കം മോർ കോംപ്ലിക്കേറ്റഡ്. ഇനി അടുത്തത് ഫോർ വെരി ലാർജ് ഡിസ്പ്ലേ, ഈ കോംപ്ലിക്കേറ്റഡ് ആവും. ഇത് ഓസിലേറ്ററി മോഷൻ ബിക്കം മോർ കോംപ്ലിക്കേറ്റഡ്. അതുമൂലം അതുകൂടാണ്ട് തന്നെ ഫോർ വെരി ലാർജ് ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഉണ്ടായാൽ ഈ ഒരു കോംപ്ലിക്കേറ്റഡ് ആവുന്നത് മൂലം ഫ്രീക്വൻസിയും ആംപ്ലിറ്റ്യൂഡ് ഡിപ്പെൻഡ് ചെയ്യില്ല. അതിൽ വലിയ രീതിയിൽ വേരിയേഷൻസ് ഉണ്ടാവും. അതുകൂടാതെ തന്നെ ഇതിന് വലിയ രീതിയിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായാൽ ദ റിലേഷൻ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു മൈനസ് കെ എസ് എന്ന് പറയുന്നത് ഈസ് നോ മോർ വാലിഡ്.
ഈ F is equal to minus KS എന്ന റിലേഷൻ വാല്യൂ ചെയ്യില്ല. ഇപ്പോൾ പറഞ്ഞത് ജസ്റ്റ് ഒരു നമ്മളൊരു അസ്യൂം രീതിയിൽ പറഞ്ഞതാണ്. നമുക്ക് അടുത്ത രീതി ഹെൻസ് നമ്മൾ കൺക്ലൂഡ് ചെയ്ത് പറയുന്നതാണ്. ഹെൻസ് ദ സിമ്പിൾ ഹാർമോണിക് മോഷൻ യൂഷ്വലി ഒക്കേഴ്സ് ഇൻ സ്മോൾ ആംപ്ലിറ്റ്യൂഡ്. നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ സ്മോൾ ആംപ്ലിറ്റ്യൂഡിൽ മാത്രമേ വർക്ക് ചെയ്യൂ. അതിൻ്റെ ഗ്രാഫാണ് ഡാംഡ് ഓസിലേഷൻ്റെ ഗ്രാഫാണ് പറയുന്നത്. അത് നോക്കൂ നിങ്ങൾ. ആ ഗ്രാഫ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ താഴെയുള്ള സെൻറ്റൻസ് വായിച്ചാലേ മനസ്സിലാവും. നമുക്ക് അതിലേക്ക് കിടക്കാം. When a body oscillates in a medium, it will experience a resistive force depending upon the nature of the medium. A part of the energy of the body is utilized in overcoming these forces. Hence, the amplitude of oscillation goes on decreasing, and the oscillations are called damped oscillations. The force is called damping forces. For a small amplitude of damping force is directly proportional to the velocity of the body acting opposite to the direction of velocity. നമ്മളിവിടെ പറയുന്നത് ഒരു മീഡിയത്തിലൂടെ ഒരു ബോഡി ഓസിലേറ്റ് ചെയ്യുമ്പം ആ ബോഡിയുടെ മോഷന് ഒരു ഫോഴ്സ് റെസ്ട്രിക്റ്റ് ചെയ്യും. ആ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഫോഴ്സ് മൂലം നമുക്കറിയാം ആ ബോഡിയുടെ മോഷന് റെസ്ട്രിക്റ്റ് ചെയ്തോടുന്ന ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിലുള്ള എനർജി നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. അതായത് ബോഡിയുടെ എനർജി യൂട്ടിലൈസ് ദ ഓവർകമ്മിങ് ദീസ് ഫോഴ്സസ്. ഈ റെസ്ട്രിക്റ്റീവ് ഫോഴ്സ് ഓവർകം ചെയ്യാൻ ഈ ബോഡിയിലുണ്ടായിട്ടുള്ള എനർജി യൂസ് ചെയ്യും. ഇത് എനർജി യൂട്ടിലൈസ് ചെയ്യുന്നത് മൂലം ഈ ബോഡിയുടെ ഹെൻസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ ഗോസ് ഓൺ ഡിക്രീസിങ് ആൻഡ് ദ ഓസിലേഷൻസ് ആർ കോൾഡ് ഡാംപ്ഡ് ഓസിലേഷൻ. അതുമൂലം ഈ ബോഡിയുടെ ഈ ഓസിലേഷൻ ഉണ്ടാകുന്ന ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യും. നമ്മളിപ്പോൾ എനർജി നമ്മൾ ഇതിന് ഈ ഓവർകം ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ ഈ ബോഡിയുടെ ആംപ്ലിറ്റ്യൂഡ് ഈ ഓസിലേഷൻ മൂലം ഉണ്ടാകുന്ന ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന ഓസിലേഷൻസിനെ പറയുന്ന പേരാണ് ഡാംപ്ഡ് ഓസിലേഷൻസ്. ഇപ്പം നിങ്ങൾക്ക് ആ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആദ്യം ആംപ്ലിറ്റ്യൂഡ് കൂടി വന്ന് പിന്നെ കുറഞ്ഞ് വരുന്ന മനസ്സിലാവുന്നില്ലേ? അത് വെച്ച് നമുക്ക് ഈ പറഞ്ഞ സെൻറ്റൻസ് വെച്ച് നമുക്ക് ആ ഗ്രാഫും കൂടി നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ഉണ്ടായ ഫോഴ്സിന് പറയുന്ന പേരാണ് ഡാമിങ് ഫോഴ്സസ്. ദ ഫോഴ്സ് ഈസ് കോൾഡ് ഡാമിങ് ഫോഴ്സ്. ദ സ്മോൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഡാമിങ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഓഫ് ദ ബോഡി. ഇവിടെ ഉണ്ടായ ഡാമിങ് ഫോഴ്സ് ബോഡിയുടെ വെലോസിറ്റിക്ക് പ്രൊപ്പോർഷനാണ്. കൂടാതെ ആക്ടിങ് ഓപ്പോസിറ്റ് ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഡാമിങ് ഫോഴ്സിന് ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടാകും. അതായത് വെലോസിറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇവിടെ ഡാമിങ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഡാമ്പിങ് ഫോഴ്സ് എന്നാന്ന് പറഞ്ഞു. ഡാമ്പിങ് ഫോഴ്സ് ഈസ് അത് നമ്മൾ ആ ബോഡി മൂവ് ചെയ്യാൻ കൊടുക്കുന്ന ഫോഴ്സാണ് ഡാമ്പിങ് ഫോഴ്സ്. ഈ ഡാമ്പിങ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ വെലോസിറ്റി ഓഫ് ദ ബോഡി ആൻഡ് ആക്ട്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. ഇത് ബോഡിയുടെ വെലോസിറ്റിക്ക് പ്രൊപ്പോർഷനാണ്. ഇത് ആക്ട് ചെയ്യുന്നത് ഓപ്പോസിറ്റ് വെലോസിറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഈ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡാമ്പിങ് ഫോഴ്സ് that is damping force is directly proportional to dx by dt. The directly proportional equivalent constant add ചെയ്താൽ eta dx by dt. Eta is damping constant. It depends on nature of the medium. നമ്മൾ ഒരു പാർട്ടിക്കുലർ മീഡിയത്തിലൂടെ ആണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ മീഡിയത്തിനെയാണ് ഈ ഈറ്റ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കൺസിഡർ എ ബോഡി oscillating in a medium. The force acting on it are. അതായത് ബോഡി ഒരു പാർട്ടിക്കിൾ മീഡിയത്തിലൂടെ മൂവ് ചെയ്യുമ്പോൾ ഏതെല്ലാം ഫോഴ്സുകളാണ് ആ ബോഡിയുടെ മുകളിൽ ആക്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ രണ്ട് തരത്തിലുള്ള ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്. ഒന്ന് റീസ്റ്റോറിങ് ഫോഴ്സും ഒന്ന് ഡാമ്പിങ് ഫോഴ്സും. റീസ്റ്റോറിങ് ഫോഴ്സ് -Ex ഡാമ്പിങ് ഫോഴ്സ് -eta dx by dt. അതായത് ഇതാണ് പാർട്ടിക്കിളെങ്കിൽ ഓസിലേറ്റ് ചെയ്യുന്ന, ഇതാണ് മീഡിയം, ഇങ്ങോട്ടായിരിക്കും ഡാമ്പിങ് ഫോഴ്സ്, അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും റീസ്റ്റോറിങ് ഫോഴ്സ്. ഡാമ്പിങ് ഫോഴ്സ് -eta dx by dt, റീസ്റ്റോറിങ് ഫോഴ്സ് -Cx ആണ് വരിക. ഓക്കെ അല്ലേ? ഇനി ദ ഇക്വേഷൻ ഓഫ് ദ മോഷൻ ഓഫ് ദ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ ഈസ്. ഇനി നമുക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. ഡാംപ്ഡ് ഓസിലേറ്ററിൻ്റെ ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാം. ഇവിടെ വരുന്നത് ഡാംപ്ഡ് ഓസിലേഷൻ്റെ
എഫ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് അല്ലേ, എഫ് ഈസ് ഈക്വൽ ടു മൈനസ് സി എക്സ് മൈനസ് ഈറ്റ ഡി എക്സ് ബൈ ഡി ടി. ഇത്രയും ഫോഴ്സാണ്. അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്നുള്ള രീതിയിൽ ഇത്രയും ഫോഴ്സാണ് ആ ബോഡിമേൽ ആക്ട് ചെയ്യുന്നത്. ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, എം എ ഈസ് ഈക്വൽ ടു മൈനസ് സി എക്സ് മൈനസ് ഈറ്റ ഡി എക്സ് ബൈ ഡി ടി. എ നമുക്ക് മാറ്റിയത് എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് എഴുതിക്കൂടെ. ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് സി എക്സ് മൈനസ് ഈറ്റ ഡി എക്സ് ബൈ ഡി ടി എടുക്കാം. ഇവിടെ എല്ലാം മൈനസ് അല്ലേ, ഈ മൈനസിനെല്ലാം നമുക്ക് ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നാൽ വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എം ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ഈറ്റ ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ഫോമിൽ വേണം. അപ്പോൾ ഈ എമ്മിനെ നമുക്ക് ടോട്ടലായിട്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ദ എമ്മിനെ ഡിവൈഡ് ചെയ്താൽ ഇവിടുത്തെ എം പോവും. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് സി ബൈ എം, ഇവിടെ ഒരു എം വരും അല്ലേ. സി ബൈ എം എക്സ് പ്ലസ് ഈറ്റ ബൈ എം ഡി എക്സ് ബൈ ഡി ടി എന്ന് വരും. ഈ ഒരു ഫോമിലാണ് വരുന്നത്. ഇക്വേഷൻ നമ്പർ 1 എടുക്കുക. ഇവിടെ നമുക്ക് ഈ സി ബൈ എമ്മിനെ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷനിലെല്ലാം പറഞ്ഞിട്ട് സി ബൈ എം ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ആണ്. നോട്ട്. അതേപോലെ ഇവിടെ ഈറ്റ ബൈ എമ്മും കൂടി ഉണ്ട്. ഈറ്റ ബൈ എം 2k. ഇങ്ങനെ 2 തരത്തിലാണ് നമുക്ക് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1ലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് പ്ലസ് 2k ഡി എക്സ് ബൈ ഡി ടി ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ നല്ലൊരു ഈക്വൽ ടു 0 ഇതൊരു നല്ല വൃത്തിയിൽ എഴുതാം. അതായത് എക്സിൻ്റെ വാല്യൂ സെക്കൻഡ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഡെറിവേറ്റീവ് പിന്നെ എക്സ് എന്നുള്ള ഫോം, ആ ഒരു ഫോമിലേക്കാം. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് 2k ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 2 ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഇതെന്താണ്? ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ പറയുന്നത് എന്താണ്, ദിസ് ഈസ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഡാംഡ് ഓസിലേഷൻ. ഈ ഒരു ഇക്വേഷനാണ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 2 ഇതാണ് ഡാംഡ് ഓസിലേഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമുക്കിതിന് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് കിട്ടിയത്. ഇതിനൊരു എസിനൊരു നമുക്കൊരു സൊല്യൂഷൻ കിട്ടില്ല. നമ്മളൊരു എക്സ് എന്നുള്ളൊരു വാല്യൂ എന്നുള്ള രീതിയിൽ കിട്ടില്ല. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇതിന് സൊല്യൂഷൻ കാണണം. ഇവിടെ നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഓഫ് എ ഇക്വേഷനാണ് കാണാൻ പോകുന്നത്. ഹിയർ വി അസ്യൂമിങ് ദാറ്റ് സൊല്യൂഷൻ ഓഫ് ദ ഫോം എക്സ് ഈസ് ഈക്വൽ ടു എ ഇ റൈസ് ടു ആൽഫ ടി. ഈ എക്സിന് നമ്മൾ ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എക്സിന് ഈ വാല്യൂ നമ്മൾ ഇക്വേഷൻ നമ്പർ ഈ 2ലേക്ക് നമ്മൾ ഈ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സിന് ഇപ്പോൾ എന്തെല്ലാം ഉണ്ട്? സെക്കൻഡ് ഡെറിവേറ്റീവ് ഉണ്ട്, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ട്, ജസ്റ്റ് എക്സിൻ്റെ നോർമൽ ഫോമും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എക്സിന് എന്തെല്ലാം കാണണം? സെക്കൻഡ് ഡെറിവേറ്റീവ് ഫസ്റ്റ് എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? എ ഇ റൈസ് ടു ആൽഫ ടി. ഇനി ഡി എക്സ് ബൈ ഡി ടി കാണണം. അതെന്താ വരിക? ഈ സാധനമല്ലേ വേരിയബിളായിട്ട് വരുന്നത്. ഇത് കോൺസ്റ്റൻ്റ് ആണ്, ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. ആൽഫ ഇൻറ്റു എ ഇ റൈസ് ടു ആൽഫ ടി. ഇത് കോൺസ്റ്റൻ്റ്, ഇത് മാറില്ല. ഇനി നമുക്ക് വേണ്ടത് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്താക്കി എടുക്കാം? നമുക്ക് ഒന്നുകൂടി ആൽഫ വരും. ഈ റൈസ് ടു എക്സിന് ഡെറിവേറ്റ് ചെയ്ത് ഒന്നുകൂടി ആൽഫ എന്ന് വരും. അപ്പോൾ ആൽഫ ഇൻറ്റു ആൽഫ എന്ന് പറയുമ്പോൾ ആൽഫ സ്ക്വയർ എ ഇ റൈസ് ടു ആൽഫ ടി എന്ന് വരും. 2 ഫോം കിട്ടി. ഇത് നമ്മൾ ഇക്വേഷൻ നമ്പർ E2. ഇക്വേഷൻ നമ്പർ ഈ ഒരു
2. ഇക്വേഷൻ നമ്പർ 2ലേക്ക് നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എങ്ങനെയാണ് വരിക നോക്കോളെ. ഇക്വേഷൻ നമ്പർ 2ലേക്ക് നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വരുന്ന ഇക്വേഷൻ ആൽഫ സ്ക്വയർ എ ഇ റേസ് ടു ആൽഫ ടി പ്ലസ് 2k ആൽഫ ഇൻറ്റു എ ഇ റേസ് ടു ആൽഫ ടി പ്ലസ് ഒമേഗ സ്ക്വയർ എ ഇ റേസ് ടു ആൽഫ ടി ഈക്വൽ ടു 0. ഇങ്ങനെയായിരിക്കും ഉണ്ടാവും ഇക്വേഷൻ. ഇനി നമുക്ക് ഇവിടെ എ റേസ് ടു ആൽഫ ടി കോമൺ ആണ്, ഇവിടെ ആൽഫ ഇ റേസ് ടു ആൽഫ ടി കോമൺ ആണ്. അങ്ങനെ 3 ടേമിലും ആൽഫ ഇ റേസ് ടു ആൽഫ ടി എ ഇ റേസ് ടു ആൽഫ ടി കോമൺ ആണ്. അപ്പം നമുക്ക് അത് പുറത്തേക്ക് എടുക്കാം. എ ഇ റേസ് ടു ആൽഫ ടീനെ പുറത്തേക്ക് എടുത്താൽ എന്തെല്ലാം ഉണ്ടാവുക? ആൽഫ സ്ക്വയർ പ്ലസ് 2k ആൽഫ പ്ലസ് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 0 ഇങ്ങനെയുണ്ടാവും. ഈ സാധനത്തിന് നമുക്ക് ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പം എന്തുണ്ടാവുക? ആൽഫ സ്ക്വയർ പ്ലസ് 2k ആൽഫ പ്ലസ് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 0. ഈ ഒരു ഫോം നോക്ക്. ഈ ഫോം എങ്ങനെയാണുള്ളത്? ഇങ്ങനെ ഒരു ഫോമിലല്ലേ ഉള്ളത്. നോക്ക്, എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. ആ ഒരു ഫോമിലല്ലേ ഉള്ളത്. നോക്ക്, നമ്മൾ ഈ ഒരു ഫോമിൽ വരുമ്പോൾ അതിൻ്റെ എക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a. ഈ ഒരു രീതിയിലല്ലേ നമ്മൾ ഇതിൻ്റെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഒരു ഫോമിലാണ് ഈ ഫോമുള്ളത്. അപ്പം നമുക്ക് ഇവിടുന്ന് ആൽഫേൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ലേ. അപ്പം ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് ബി എന്നാണ് 2k പ്ലസ് ഓർ മൈനസ് റൂട്ട് ഇവിടെ ബി ഏതാ? ബി സ്ക്വയർ അല്ലേ ഈ സാധനത്തിൻ്റെ. അപ്പോൾ 4k സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു എ എന്ന 1, സി എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ 4 ഒമേഗ സ്ക്വയർ ഡിവൈഡ് ബൈ എ എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്, 2a എന്നല്ല. അപ്പോൾ 2 ഇൻറ്റു 1 2 വരും. ഈക്വേഷൻ കിട്ടി. ആൽഫ കിട്ടി. ഇക്വേഷൻ നമ്മുടെ ഇവിടെ എഴുതരാം. ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് 2k പ്ലസ് ഓർ മൈനസ് റൂട്ട് 4k സ്ക്വയർ മൈനസ് 4 ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ഇതാണ് ഇക്വേഷൻ. ഇതിൽ നിന്ന് ഇവിടെ ഒരു 2 ഉണ്ട്. ഈ രണ്ട് സ്ഥലത്തു നിന്നും 2നെ പുറത്തേക്ക് എടുത്താൽ റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്താൽ 2 വരും. ഇവിടെ ഒരു 2 ഉണ്ട്. എല്ലാത്തും നമ്മൾ 2 പുറത്തേക്ക് എടുത്താൽ 2 ഇൻറ്റു മൈനസ് കെ പ്ലസ് ഓ. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാണ്? 2നെ പുറത്തേക്ക് എടുത്താൽ 2 ഇൻറ്റു മൈനസ് കെ പ്ലസ് ഓർ മൈനസ് റൂട്ട് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ ആണ് ഡിവൈഡഡ് ബൈ 2. ഈ 2നെ നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്യാം. അപ്പം ആൽഫ ഈസ് ഈക്വൽ ടു മൈനസ് കെ പ്ലസ് ഓർ മൈനസ് റൂട്ട് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ. ഈ ഒരു രീതിയിൽ ഇക്വേഷൻ കിട്ടും നമുക്ക്. ഇവിടെ കെൻ്റെ ഇക്വേഷൻ കിട്ടും, സോറി ആൽഫേൻ്റെ ഇക്വേഷൻ കിട്ടും. ഇവിടെ പ്ലസ് ഓർ മൈനസിലുണ്ട്. ആൽഫക്ക് 2 വാല്യൂ ഉണ്ടാവും. ആൽഫക്ക് 2 രീതിയിൽ വാല്യൂ കിട്ടും. ആൽഫേൻ്റെ 2 രീതിയിൽ നിന്ന് ആൽഫ 1 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? മൈനസ് കെ പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയറും ആൽഫ 2 എന്ന് പറയുന്നത് മൈനസ് കെ മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർന്ന് ഇങ്ങനെയാണ് 2 വാല്യൂ കിട്ടുക. ഈ 2 വാല്യൂ നമ്മൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു എ ഇ റേസ് ടു ആൽഫ ടി ആണ്. എ ഇ റേസ് ടു ആൽഫ ടിക്ക് ആൽഫയ്ക്കാണ് നമുക്ക് 2 വാല്യൂ കിട്ടത്. അപ്പോൾ നമുക്ക് ജനറൽ സൊല്യൂഷൻ ആയിട്ട് എന്താവും? എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? x1 പ്ലസ് s2 എന്ന് വരും. ഇവിടെ s ഈസ് ഈക്വൽ ടു s1 എന്ന് പറയുന്നത് a1 ഇ റേസ് ടു ആൽഫ 1 അല്ല. ആൽഫ 1 വരുമ്പോൾ മൈനസ് കെ പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ പ്ലസ് a2 ഇ റേസ് ടു മൈനസ് കെ പ്ലസ് ഓർ മൈനസ് റൂട്ട് പ്ലസ് കെ അല്ല മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ വരും. ഇതാണ് എസിൻ്റെ ഇക്വേഷൻ ആയിട്ട് വരിക. ഇതെന്ത് ചെയ്യുക?
നമുക്ക് രണ്ട് പാർട്ടാക്കി എഴുതാൻ പറ്റില്ല. നോക്കി നോക്കുക. a1 e raised to minus k അല്ലെങ്കിൽ വേണം ഇത് ഈ ഒരു ഇക്വേഷൻ മൈനസ് കെ പ്ലസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ പ്ലസ് a2. ഇത് ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർമ്മിച്ച് വെക്കുക. മൈനസ് കെ മൈനസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ, ഈ ഒരു ഇക്വേഷൻ. ഇതാണ് നമ്മളെ നമ്മളെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്നുണ്ട്. എക്സ് = ഇനി നമ്മളിതിന് മൂന്ന് കേസായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ a1ഉം a2ഉം രണ്ട് കോൺസ്റ്റൻ്റ് ആണ്. ഇത് ഒരു പൊസിഷൻ്റെയും വെലോസിറ്റിൻ്റെയും ഇനീഷ്യൽ വാല്യൂവിനെ മാത്രമേ ഇത് ഡിപ്പെൻഡ് ചെയ്യും. a1 and a2 ആർ കോൺസ്റ്റൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇനീഷ്യൽ വാല്യൂസ് ഓഫ് ദ പൊസിഷൻ ആൻഡ് വെലോസിറ്റി. വെലോസിറ്റിൻ്റെയും പൊസിഷൻ്റെയും ഇനീഷ്യൽ വാല്യൂവിനെ മാത്രമേ ഇത് ഡിപ്പെൻഡ് ചെയ്യും. ഇനി നമുക്ക് ഇതിൻ്റെ 3 കേസും കൂടി പഠിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പറയട്ടെ. ഇതിൽ ഞാൻ പറയാൻ മറന്ന ഒരു കാര്യമുണ്ട്. അതായത് a = e raised to alpha t എന്നല്ല എഴുതുന്നത്. ഇവിടെ t ആഡ് ചെയ്യാൻ മറന്നിട്ടുണ്ട്. അതായത് a1 e raised to minus k plus root of k square minus omega square t plus a2 e raised to minus k minus root of k square minus omega square t. ഇങ്ങനെ രണ്ട് സ്ഥലത്തും t ഉണ്ട്. ആ ടീനെ നമുക്ക് ഇങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് ഇൻഡു ചെയ്താൽ നമുക്ക് ഈ എന്നുള്ള ടേമില്ലേ, ഈ എന്നുള്ള ടേമിന് രണ്ട് കമ്പോണൻ്റ് ആയിട്ട് വരുന്നില്ല. ഇത് മൈനസ് കെ ടി എന്നും വരും, അല്ല ഇ റേസ് ടു മൈനസ് കെ ടി എന്നും വരും, ഇ റേസ് ടു റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്നും വരും. അങ്ങനെ നമുക്ക് രണ്ട് ടേം കിട്ടും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? a1 ഇ റേസ് ടു മൈനസ് കെ ടി പ്ലസ് അല്ല ഇൻറ്റു e raised to root of k square minus omega square plus a2 e raised to അപ്പോൾ x = a1 e raised to minus kt into e raised to minus k square minus omega square, a2 e raised to minus kt into e raised to root of k square minus omega square എന്ന് വരും. ഇത് നമുക്ക് ഇവിടെയും കേട്ടി രണ്ട് കോമൺ ആണ്. ഇതിനെ രണ്ടിനും പുറത്തേക്ക് എടുത്താൽ ഇക്വേഷൻ വരിക e raised to minus kt a1 e raised to root of k square minus omega square മൈനസ് ഉണ്ട് omega square plus a2 e raised to minus root of k square minus omega square. ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കും. ഇ റേസ് ടു കെ ടി ആണ് നമ്മൾ പുറത്തേക്ക് എടുത്ത്, ഇവിടെ പ്ലസും ഇവിടെ മൈനസും വരും. ഈ ഒരു ഇക്വേഷൻ വെച്ചാണ് നമ്മൾ 3 കേസ്, ഈ ഡാംഡ് ഓസിലേഷൻ്റെ 3 കേസ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. അതിൽ നമുക്ക് ഒന്നാമത്തെ കേസ് കൺസിഡർ ചെയ്യാം. ഇവിടെ ഒന്നാമത്തെ കേസിൽ നമ്മൾ കെന് കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് കെ ഈസ് ഗ്രേറ്റർ ദാൻ ഒമേഗ സ്ക്വയർ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഒമേഗ സ്ക്വയർ കൊടുക്കുമ്പോൾ നമ്മൾ മൂന്നാമത്തെ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയില്ല. മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് x is equal to e raised to minus kt a1 e raised to root of k square minus omega square plus a2 e raised to minus root of k square minus omega square. ഈ ഒരു ഇക്വേഷൻ ഓർമ്മിച്ച് വെക്കുക. ഇക്വേഷൻ നമ്പർ 3 എന്നുള്ളത് ഇത് വെച്ചാൽ നമ്മൾ കേസ് ഡിറൈവ് ചെയ്യുന്നത് പറഞ്ഞു. എന്നിട്ട് നമ്മൾ ഇവിടെ ഈ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്നുള്ള വാല്യൂവിന് നമ്മൾ എന്ത് ചെയ്യും? അതായത് ഈ സാധനത്തിന് ബീറ്റ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബീറ്റ എന്ന് വെച്ച് ബീറ്റ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, ഇതൊരു റിയൽ ക്വാണ്ടിറ്റിയാണ്. ഈ സാധനം നമുക്കിനി ഇതിലേക്ക് ഈ മൂന്നാമത്തെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ ഉണ്ടാവുക? എക്സ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി a1 e raised to ഇവിടെ ടി ഉണ്ട്, സോറി എല്ലാം മറന്നു, ആ ടി നമ്മൾ ഇടാൻ മറന്നു പോകുന്നുണ്ട്. ഓക്കെ, a1 e raised to ബീറ്റ, ഈ സ്ഥാനത്ത് നമ്മൾ ബീറ്റ എന്നല്ല കൊടുത്തത്, ബീറ്റ ടി പ്ലസ് a2 e raised to, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇത് മൈനസ് വാല്യൂ ആണ്, ഇത് പ്ലസ് വാല്യൂ ആണ്, മൈനസ്
ബീറ്റ മൈനസ് ബീറ്റ ടി എന്ന് കൊടുത്ത് ഇവിടെ എന്ത് ചെയ്യാം, ഈ സാധനം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു a1 e റേസ് ടു മൈനസ് കെ പ്ലസ് ബീറ്റ ടി രണ്ട് കോമൺ ആയതുകൊണ്ട് ടീനെ പുറത്തേക്ക് എടുത്തു പ്ലസ് a2 e റേസ് ടു മൈനസ് കെ മൈനസ് ബീറ്റ മൈനസ് ഇവിടെയല്ല മൈനസ് കെ മൈനസ് ബീറ്റ ടി. ഇങ്ങനെയാണ് നമുക്ക് ഈ കേസിൽ ഇക്വേഷൻ കിട്ടുക. നിങ്ങൾക്ക് ഈ രണ്ട് ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഈ മൈനസ് ഇതും മൈനസ്, ഇത് ബോത്ത് ആർ നെഗറ്റീവാണ്, ഇത് രണ്ടും നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് ഡി കെ ജെ എക്സ്പോണൻഷ്യൽ ടു 0 വിത്തൗട്ട് എനി ഓസിലേഷൻ. ഒരു ഓസിലേഷൻ ഇല്ലാതെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് 0 ആയിട്ട് വരും. ഈ ഒരു മോഷനെ പറയുന്ന പേരാണ് ഓവർ ഡാംഡ്. നമ്മൾ പറഞ്ഞു രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് ഇതിൻ്റെ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഡി കെ എക്സ്പോണൻഷ്യലി ടു 0 വിത്തൗട്ട് എനി ഓസിലേഷൻ. ഒരു ഓസിലേഷൻ ഇല്ലാതെ തന്നെ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 0ലേക്ക് ഡി കെ ചെയ്യുകയാണ്. ഈ തരത്തിലുള്ള മോഷനെ പറയുന്ന പേരാണ് ഓവർ ഡാംഡ്. നമ്മൾ പറഞ്ഞു ഡാംഡിൻ്റെ കേസസ് നമ്മൾ പഠിക്കുന്നത് ഇവിടെ കെ ഗ്രേറ്റർ ദാൻ ഒമേഗ ഇമ്പോർട്ടൻ്റ് പഠിക്കണം. കെ ഗ്രേറ്റർ ദാൻ ഒമേഗ ആകുമ്പോൾ ഓവർ ഡാംഡ് ആണ്, അല്ലെങ്കിൽ ഓർ ഡെഡ് ബീറ്റ് ഓർ ആംബിരിയോഡിക്. ഓവർ ഡാംഡ് ആണ് ഇവിടെ കെ ഗ്രേറ്റർ ദാൻ ഒമേഗ സ്ക്വയർ ആകുമ്പോൾ. ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡെഡ് ബീറ്റ് ഗാൽവനോമീറ്റർ. ഈ ഓവർ ഡാംഡിൻ്റെ അപ്ലിക്കേഷനാണ് ഡെഡ് ബീറ്റ് ഗാൽവനോമീറ്റർ എന്നുള്ളത്. ഇനി അടുത്ത കേസ് പഠിക്കാം. കേസ് 2 എന്ന് പറയുന്നത് ഇവിടെ കെൻ്റെ വാല്യൂയാണ് നമ്മൾ ഓരോന്നിലും കേസിലും കൺസിഡർ ചെയ്യുന്നത്. കെ ഈക്വൽ ടു ഒമേഗ സ്ക്വയർ. നേരെ കെ ഗ്രേറ്റർ ദാൻ ആണ്, ഇവിടെ കെ ഈക്വൽ ടു ഒമേഗ 0 എന്നാണ് എടുക്കുന്നത്. നമ്മൾ ഇക്വേഷൻ നമ്പർ 3ലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ കെ ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ആണെങ്കിൽ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്താവും? കെയും ഒമേഗയും ഈക്വൽ ആണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എന്താവും? ഈക്വൽ ടു 0 ആവുകയോ ചെയ്യുക. ഈക്വൽ ടു 0. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എങ്ങനെ എന്തായിരിക്കും? ഇ റേസ് ടു മൈനസ് കെ ടി a1 e റേസ് ടു 0 അല്ലേ, ഒമേഗ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ. ഇ റേസ് ടു 0 പ്ലസ് a2 e റേസ് ടു 0 എന്ന് വരും. ഇത് 0 എന്ന് വരുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും? ഇക്വേഷൻ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1, ഇ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1. ഇവിടെ ഇടുന്ന ഇക്വേഷൻ മൈനസ് കെ ടി a1 പ്ലസ് a2. അതിനെ മാറ്റി അങ്ങനെ എഴുതാം ബി ഇൻറ്റു ഇ റേസ് ടു മൈനസ് കെ ടി. ഇവിടെ ബി എന്ന് പറയുന്നത് എന്താണ്? a1 പ്ലസ് a2 എന്നാണ്. a1 പ്ലസ് a2. ഇതിൽ a1 പ്ലസ് a2 ഇസ് ഇക്വൽ ടു ബി എന്ന് കിട്ടി. അപ്പോൾ ഈ എബോ ഇക്വേഷൻ കണ്ടെയ്നിങ് ഓൺലി 1 കോൺസ്റ്റൻറ്റ്. ഇവിടെ ഒരൊറ്റ കോൺസ്റ്റൻറ്റ് കണ്ടെയ്ൻ ചെയ്യുന്നുള്ളൂ ഈ ഇക്വേഷനിൽ, ഒരു ഓൺലി 1 കോൺസ്റ്റൻറ്റ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഡസ് നോട്ട് ഗീവ് അസ് ദ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമുക്ക് ഒറ്റ കോൺസ്റ്റൻറ്റ് തരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്കിതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് 3 സെക്കൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരെ വേണം. അപ്പോൾ ഇറ്റ് ഡസ് നോട്ട് ഗീവ് ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു കേസിന് ഡസ് നോട്ട് ഗീവ് ആസ് ദ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷന് ഈ സൊല്യൂഷൻ തരാൻ ഈ ഒരു ഇക്വേഷന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയറിന് നമ്മൾ എന്ത് ചെയ്യും? എച്ച് എന്നിട്ട് കൺസിഡർ ചെയ്യും. ഈ എച്ച് എന്നുള്ള വാല്യൂ വെരി സ്മോൾ ആണ്. എച്ച് എന്നുള്ള വാല്യൂ വെരി സ്മോൾ ആയിട്ടാണ് നമ്മളിവിടെ എടുക്കുന്നത്, വെരി സ്മോൾ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായിരിക്കും? എക്സ് ഈസ് ഈക്വൽ ടു അതല്ല, ഇക്വേഷൻ നമ്പർ 3 ആണ് ഞാൻ പറഞ്ഞത്. എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഇ റേസ് ടു കെ ടി a1 ഇ റേസ് ടു എച്ച് ടി പ്ലസ് a2 ഇ റേസ് ടു മൈനസ് എച്ച് ടി എന്ന് വരും. ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ വരുമ്പോൾ ഇ റേസ് ടു എച്ച് ഡിൻ്റെ ഫോം ആദ്യം പഠിച്ചിരിക്കണം നമ്മൾ. ഇ റേസ് ടു എച്ച് ഡി എന്ന് പറയുന്നത് 1 പ്ലസ് എച്ച് ടി ആയിരിക്കും. ഇ റേസ് ടു മൈനസ് എച്ച് ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 മൈനസ് എച്ച് ഡി ആയിരിക്കും. അത് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. അത് വെച്ചാണ് നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടാവും ഇക്വേഷൻ?
എക്സ് ഇസ് ഈക്വൽ ടു അപ്പോൾ നമ്മൾ ഇക്വേഷൻ തരും എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി A1 1 പ്ലസ് എച്ച് ടി പ്ലസ് A2 1 മൈനസ് എച്ച് ടി എന്ന് വരും. അതായത് A1 1 പ്ലസ് എച്ച് ടിയും പ്ലസ് A2 1 മൈനസ് എച്ച് ടി എന്ന് വരും. ഇതിനെ നമ്മൾ ഇങ്ങോട്ടും ഈ ഒരു എണ്ണനെ ഇങ്ങോട്ടും ഇതും ഈ ഒരു രീതിയിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ചോദിക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് കെ ടി A1 പ്ലസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ A1 പ്ലസ് A1 എച്ച് ടി പ്ലസ് A2 മൈനസ് A2 എച്ച് ടി ഈ ഒരു ഫോമിൽ വരും. എന്നെല്ലാം ഒരു സൈഡിൽ എടുക്കാം, മറ്റേ ഒരു സൈഡ് കെ ടി A1 പ്ലസ് A2 പ്ലസ് A1 മൈനസ് A2 ഇവിടെ മൈനസ് അല്ലേ A1 മൈനസ് A2 എച്ച് ടി ഈ ഒരു ഫോമിൽ വരും. നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട് A1 പ്ലസ് A2 എന്ന് പറയുന്നത് നമ്മളിവിടെ നേരത്തെ ബി ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട് അല്ലേ, ബി ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ ഇക്വേഷൻ നമ്മൾ ഇതിലൂടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ A മൈനസ് അത് ഇപ്പുറത്തേക്ക് പറഞ്ഞുതരാം. അതായത് ഇവിടെ A1 പ്ലസ് A2 എന്ന് പറയുന്നത് നമ്മൾ ബി ആയിട്ട് കൺസിഡർ ചെയ്ത് A1 മൈനസ് A2 എന്ന് പറയുന്നത് സി ആയിട്ട് കൺസിഡർ ചെയ്ത്. അപ്പോൾ എക്സിൻ്റെ ഇക്വേഷൻ എങ്ങനെയുണ്ടാവുക? എക്സ് ഈസ് ഈക്വൽ ടു നമ്മൾ ഇക്വേഷൻ അറിയില്ലേ, ഇക്വേഷൻ ഈ ഒരു ഫോമിലുള്ള ഇവിടെ ഇതിന് എ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സി എന്ന് പറയുന്നത് ഇവിടെ A1 പ്ലസ് A2 എന്ന് പറയുന്നത് നമ്മൾ ബി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് A1 മൈനസ് A2 എച്ച് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു ഈക്വൽ ടു സി ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സി എന്നുള്ള രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. അപ്പോൾ ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ എന്ത് ചെയ്യുന്നു ഈ A1 പ്ലസ് A2 പ്ലസ് A1 മൈനസ് A2 എച്ച് ടി എന്നുള്ളത് ഇവിടെ A1 പ്ലസ് A2 എന്നുള്ളത് ബിയും A1 മൈനസ് A2 എച്ച് എന്നുള്ളത് സിയും ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ ഇക്വേഷനിൽ കൊടുത്താൽ ബി പ്ലസ് സി ടി എന്ന് വെച്ച് വരും. ഇക്വേഷൻ എങ്ങനെയാ പറയുക? എക്സ് ഇസ് ഈക്വൽ ടു ബി പ്ലസ് സി ടി എന്ന് വരും. ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാര്യം ഈ എബോ ഇക്വേഷനിൽ ടി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ ടി വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ ബി പ്ലസ് സി ടി എന്ന് പറഞ്ഞ ഈ ബി പ്ലസ് സി ടി എന്ന് പറയുന്നതും ഇൻക്രീസ് ചെയ്യും. ആൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓൾസോ ഇൻക്രീസസ്. ഇവിടെ ഉണ്ടാകുന്ന ഈ മോഷൻ മൂലം ഉണ്ടാകുന്ന ഈ ഡാംഡ് ഓസിലേഷൻ മൂലം ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റും ഇൻക്രീസ് ചെയ്യും. ബട്ട് ആസ് ടൈം ഗോസ് ടു എക്സ്പോണൻഷ്യൽ ടേംസ് ഇൻക്രീസസ് മോർ ദാൻ ബി പ്ലസ് സി ടി ടേംസ് സോ ഡിസ്പ്ലേസ്മെൻറ്റ് റിട്ടേൺസ് ടു മാക്സിമം വാല്യൂ ടു സീറോ. അതായത് ഈ എക്സ്പോണൻഷ്യൽ ടേം ഇൻക്രീസ് ചെയ്ത് വരുമ്പോൾ ഈ ബി പ്ലസ് സി ടി ലാസ്റ്റ് ഈ ടേം എന്താവും ഡിസ്പ്ലേസ്മെൻറ്റ് റിട്ടേൺസ് ടു മാക്സിമം വാല്യൂ ടു സീറോ. ആ മാക്സിമം വാല്യൂന്നും അത് നേരെ അതിൻ്റെ സീറോയിലേക്ക് മാക്സിമം വാല്യൂവിലെത്തിയ ഈ ബി പ്ലസ് സി ടി എന്ന് പറഞ്ഞ ടേം നേരെ സീറോയിലേക്ക് റിട്ടേൺ ചെയ്യും. ദ ഓസിലേറ്ററി മോഷൻ ഡസ് നോട്ട് ഒക്കർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഓസിലേറ്ററി മോഷൻ അതായത് മാക്സിമം വാല്യൂ എത്തിയിട്ട് അത് സീറോയിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓസിലേറ്ററി മോഷൻ ഒക്കർ ചെയ്യുകയില്ല. ഈ തരത്തിലുള്ള മോഷനെ പറയുന്ന പേരാണ് ക്രിറ്റിക്കലി ഡാംഡ് ഓർ ജസ്റ്റ് ആപെരിയോഡിക്. ഈ ഒരു കേസിനെ പറയുന്ന പേരാണ് ക്രിറ്റിക്കലി ഡാംഡ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഓവർ ഡാംഡ് ആണ്, ഇവിടെ ക്രിറ്റിക്കലി ഡാംഡ് ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞു ആദ്യം ടി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ ബി പ്ലസ് സി ടി ഇൻക്രീസ് ചെയ്യും, ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഈ ടേം ഇൻക്രീസ് ചെയ്ത് മാക്സിമം എത്തിയാൽ ഇത് നേരെ സീറോയിലേക്ക് റിട്ടേൺ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവിടെ ഓസിലേറ്ററി മോഷൻ ഒക്കർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു തരത്തിലുള്ള മോഷനെ പറയുന്ന പേരാണ് ക്രിറ്റിക്കലി ഡാംഡ് ഓസിലേഷൻ. ദ ബോഡി അക്വയർ ദ പൊസിഷൻ ഓഫ് ഇക്വിലിബ്രം വെരി റാപ്പിഡി. നമ്മൾ പറഞ്ഞു ഇത് മാക്സിമം ആയിട്ട് നേരെ സീറോയിലേക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ആ സീറോയിലേക്ക് റിട്ടേൺ ചെയ്തിട്ട് ആ ബോഡി എന്ത് ചെയ്യും അക്വയർ ദ പൊസിഷൻ ഓഫ് ഇക്വിലിബ്രിയം വെരി റാപ്പിഡ്ലി. അതിൻ്റെ ഇക്വിലിബ്രിയത്തെ പൊസിഷനിലേക്ക് വേഗം തന്നെ അത് എത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു തരത്തിലുള്ള ഓസിലേറ്ററി മോഷൻ അല്ല. അടുത്ത കേസ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. കേസ് 3 കാര്യം എന്ന് പറയുന്നത് കെ
ലെസ് ദാൻ ഒമേഗ സ്ക്വയർ എന്നുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇങ്ങനെ കെ ലെസ് ദാൻ ഒമേഗ സ്ക്വയർ ആകുമ്പോൾ നമ്മൾ ഇക്വേഷൻ എന്താണ് ആ ഇക്വേഷനിൽ കെ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയറിലല്ലേ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് ഈക്വൽ ടു മൈനസ് വരുമല്ലോ, നെഗറ്റീവ് വരുമല്ലോ. ഒമേഗ സ്ക്വയർ മൈനസ് കെ സ്ക്വയർ എന്നുള്ള ഫോമിൽ വരും. അത് വന്നാൽ അത് ഈക്വൽ ടു ഐ ഒമേഗ എന്ന് എടുക്കുന്നുണ്ട്. ഇവിടെ ഐ എന്ന് ഉദ്ദേശിക്കുന്നത് √-1 ആണ്. ഒമേഗ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെയുള്ള √(omega² - k² ആണ്. ഈ രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഐ ഒമേഗ എടുക്കും. ഐയും ഒമേഗയും ഈ സാധനത്തെ നമ്മൾ ഐ ഒമേഗ എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇക്വേഷൻ നമ്പർ 3ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ x = e⁻ A1 e⁻i ωt plus A2 e⁻i ωt എന്ന് വരും. -i ωt എന്ന് വരും. ഇവിടെ ഐ ഒമേഗേൻ്റെ ഇക്വേഷനാണ് നേരത്തെ നമ്മൾ എച്ച് ടി എന്ന് പറഞ്ഞിട്ട് e⁻ht എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. എന്ത് 1 + h ടിയും e⁻ht നമ്മൾ 1 - h t എന്ന് പറഞ്ഞിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഐ ഒമേഗക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. നോക്കാം, x = e⁻kt A1 e⁻cos ωt I plus I sin ωt എന്ന് വരും. പ്ലസ് A2 e⁻cos ωt minus I sin ωt. ഈ ഒരു രീതിയിൽ ഈ ഒമേഗനെ നമ്മൾ മാറ്റുന്നുണ്ട്. ഐ ഒമേഗൻ്റെ വാല്യൂ മാറുകയാണ് ഇവിടെ ചെയ്യുന്നത്. നോക്കി ഐ ഒമേഗ എന്നുള്ളത് വാല്യൂ നമ്മളൊക്കെ എങ്ങനെ എടുക്കണം? cos ωt plus I sin ωt എന്ന് വരും. ഇവിടെ -i ωt എന്ന് പറയുന്നത് എങ്ങനെ വരും? cos ωt minus I sin ωt എന്ന് വരും. ഇതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കറിയാം e⁻x എന്ന് പറയുമ്പോൾ x എന്നുള്ള രീതിയിലെടുത്താൽ ഇക്വേഷൻ വരുന്നത് e⁻ kt A1 ഇവിടെ നമുക്ക് e⁻x എന്ന് പറയുന്നത് x എന്നുള്ള രീതിയിലെടുത്തിട്ട് cos ωt plus A1 I sin ωt plus A2 cos ωt minus A2 I sin ωt. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? കോസിൻ്റെ ടേമും സൈനിൻ്റെ ടേമെല്ലാം നമുക്ക് ഒരു സൈഡിലേക്ക് എടുക്കാം. ആ രീതിയിൽ വരുമ്പോൾ e⁻ kt A1 plus A2 ഇവിടെ രണ്ടെണ്ണം ഉണ്ടല്ലോ, A1 plus A2 cos ωt പ്ലസ് സൈനിൻ്റെ ടേം എടുത്താൽ A1 ഇവിടെ മൈനസാണ് വരുന്നത്. A1 minus A2 ഇവിടെ ഒരു ഐ വരുമല്ലോ, I sin ωt. ഈ ഒരു രീതിയിലെടുക്കും. നല്ലൊരു ടേമിലേക്ക് എഴുതിയാൽ x = e⁻ kt A1 A2 നമുക്ക് കിട്ടിയ ഇക്വേഷൻ ആണ് A1 A2 cos ωt പ്ലസ് ഈ ഐനെ മുന്നിൽ എഴുതും I A1 minus A2 sin ωt. ഒരു ഇക്വേഷൻ കിട്ടിയില്ല. ഇവിടെ നമ്മൾ എക്സ് എന്ന് പറയുന്നത് ഇവിടെ എക്സ് എന്നുള്ള എടുത്തിട്ടുള്ളത് ഒരു റിയൽ നമ്പറാണ്. അതുകൊണ്ട് തന്നെ A1 plus A2ഉം അതേപോലെ തന്നെ I × A1 minus A2ഉം ഒരു റിയൽ നമ്പർ ആയിരിക്കണം. it should be റിയൽ നമ്പർ ആയിരിക്കണം. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? A1ഉം ഈ ഒരു ടേമും റിയൽ നമ്പർ ആവണമെങ്കിൽ ഇവിടെ നമ്മൾ A1ഉം A2ഉം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ A1ഉം A2ഉം കോംപ്ലക്സ് നമ്പർ ആയിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുക. ഇവിടെ നമ്മൾ A1 നമ്മൾ പറ്റില്ല, A1ഉം A2ഉം കോംപ്ലക്സ് നമ്പർ ആയിരിക്കണം. അപ്പോൾ A1 plus A2 എന്നുള്ള റിയൽ നമ്പറും ആയിരിക്കണം എന്ന് പറഞ്ഞു.
അപ്പോൾ A1 പ്ലസ് A2 എന്ത് ചെയ്യും? A0 സൈൻ ഫൈ എന്നെടുക്കും. അതേപോലെ I ഇൻറ്റു A1 മൈനസ് A2 എന്നുള്ളത് നമ്മൾ എന്തെടുക്കും? I ഇൻറ്റു A1 മൈനസ് A2 എന്നുള്ളത് A കോസ് ഫൈ എന്നെടുക്കും. A0 ആണ് ഇത്. A0 കോസ് ഫൈ. I ഇൻറ്റു A2 മൈനസ് A1 മൈനസ് A2 എന്നുള്ളത് A0 കോസ് ഫൈ എന്നുള്ള രീതിയിലെടുക്കും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായിരിക്കും? x ഈസ് ഈക്വൽ ടു e റേസ് ടു മൈനസ് KT. അതിൽ നിന്ന് ഇക്വേഷൻ നോക്കൂ. ഇക്വേഷൻ നമ്മൾ ഇങ്ങനെയല്ല ഉള്ളത്. ഇക്വേഷൻ ഈ ഒരു ഫോമിലല്ല ഉള്ളത്. നമ്മളിവിടെ A1 പ്ലസ് A2നെയാണ് A0 സൈൻ ആൽഫയും I ഇൻറ്റു A1 മൈനസ് A2 എന്നുള്ളത് A0 കോസ് ആൽഫ എന്നാണ്. രണ്ടുമായിട്ടാണ് കോസ് ഫൈ എന്നാണ് എടുക്കുന്നത്. അത് നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും ഇക്വേഷൻ ആണ് A0 സൈൻ ഫൈ കോസ് ഒമേഗ ടി പ്ലസ് A0 കോസ് ഫൈ ഇൻറ്റു സൈൻ ഒമേഗ ടി എന്നുള്ള രീതിയിലെടുക്കും. ഇപ്പം നിങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം? ഈ ഫോമിന് A0 സൈൻ ഫൈ കോസ് ഒമേഗ ടി പ്ലസ് A0 കോസ് ഫൈ സൈൻ ഒമേഗ ടി എന്നുള്ള ഫോം എടുക്കുക. ഈ ഫോം നോക്കുമ്പോൾ നമുക്കറിയാം സൈൻ A പ്ലസ് ബി എന്നുള്ള ഒരു ഫോമിലാണ് ഇതുള്ളത്. നോക്ക്, സൈൻ A കോസ് ബി പ്ലസ് കോസ് A സൈൻ ബി എന്നുള്ള ഒരു ഫോമിലുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാം. A0 രണ്ടുള്ളതാണ്. രണ്ടിൻ്റെ A0 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നത്. A0 e റേസ് ടു മൈനസ് KT ഇൻറ്റു സൈൻ ഫൈ പ്ലസ് ഒമേഗ ടി എന്ന് എടുക്കാം അല്ലേ? സൈൻ ഫൈ പ്ലസ് ഒമേഗ ടി എന്ന് എടുക്കും. ഇങ്ങനെ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്തായി? A0 e റേസ് ടു മൈനസ് KT സൈൻ ഫൈ പ്ലസ് ഒമേഗ ടി. ഇപ്പം ഇതാണ് നമ്മുടെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കേസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് നമ്മളിവിടെ എടുത്തിട്ടുള്ള കേസ് എന്ന് പറയുന്നത് ഓവർ ഡാംഡ്, അതായത് കെ ഗ്രേറ്റർ ദാൻ ഒമേഗ 0 എന്നിട്ട് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടത് ഓവർ ഡാംഡ് ഇക്വേഷൻ ആണ്. രണ്ടാമത് K ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എന്നുള്ളത് ക്രിറ്റിക്കലി ഡാംഡ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. കേസ് 3 ആയിട്ട് K ലെസ് ദാൻ ഒമേഗ സ്ക്വയർ എന്നുള്ളത് അണ്ടർ ഡാംഡ് കേസാണ്. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡാംഡ് ഓസിലേഷന്റെ 3 കേസും നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് കമൻറ്റ് ചെയ്യുക. കാരണം ഡെറിവേഷൻ ആയതുകൊണ്ട് നമ്മൾ നോട്ടിലാണ് എഴുതിയത്. ചിലപ്പോൾ ആർക്കെങ്കിലും പെട്ടെന്ന് മനസ്സിലാവാത്ത ഏതെങ്കിലും ഉണ്ടാവും. വീഡിയോന് ചെറിയ കുറച്ച് സൗണ്ട് എല്ലാം ഉണ്ടായിരുന്നു, കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉണ്ടായിട്ടുണ്ട്, ക്ഷമിക്കണം. എന്നാലും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയുക. ഇതിൽ ഇനി ഒരു ടേമും കൂടി പഠിക്കാനുണ്ട്. ഇത് നമ്മൾ A0 e റേസ് ടു മൈനസ് KT എന്ന് പറയുന്നത് ഈ ഒരു ടേം എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡാണ്. ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഇൻക്രീസസ് ഉണ്ട്. ഇൻക്രീസസ് അല്ല, ഡിഗ്രീസസ്. ഫ്രീക്വൻസി ഡിഗ്രീസസ് ആണ്. അതേപോലെ ടൈം പീരീഡ് T എന്ന് പറയാം. ടൈം പീരീഡ് എന്താവും? ഇൻക്രീസസ് ആണ്. ഈ 3 കേസും എന്താണ്? ഡാമ്പിംഗ് ഓസിലേഷൻ ഉണ്ടാക്കുന്ന എഫക്റ്റുകളാണ്. ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ഡിഗ്രീസസ് അതൊരു എഫക്റ്റ്. രണ്ടാമത്തെ എഫക്റ്റ് എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഡിഗ്രീസസ് ആണ് ഒന്നാമത്തെ എഫക്റ്റ്. രണ്ടാമത്തെ എഫക്റ്റ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡിഗ്രീസസ്, ടൈം പീരീഡ് ഓൾസോ ഇൻക്രീസസ്.